നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾ സ്വലാത്തിലൂടെ ഉംറ ചെയ്യാനും മദീന സിയാറത്ത് ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ ഒരു 7-8 മണിക്കൂർ ബസ്സിൽ AC ബസ്സിൽ യാത്ര ചെയ്ത നമ്മൾ 450 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഖൽബിൽ ആ ഒരു യാത്രയിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായി ഖൽബിൽ തട്ടി പറയണേ, എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇത്രയും കിലോമീറ്ററുകൾ നടന്നിട്ടാണല്ലോ പോയത്. ഇന്ന് ഞാൻ AC ബസ്സിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു രംഗം, തങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ അങ്ങനെ ആ സംഭവിച്ച ആ മുഹൂർത്തങ്ങൾ, ആ സമയങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തിട്ടുണ്ടോ? നമ്മുടെ യാത്രയിൽ ഇബാദത്തിൻ്റെ കിബില കാബയാണെങ്കിൽ മഹബത്തിൻ്റെ കിബില അത് മദീനയാണ്. സ്വലാത്തിൻ്റെയും ഇജാബത്തിൻ്റെയും ഇടയിൽ ഹിജാബില്ല. അപ്പോൾ ഇത്രത്തോളം മദീനയ്ക്ക് മഹത്വങ്ങൾ ഒരുപാടുണ്ട്. മഹബത്തുമായി സ്വലാത്തുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ അവയവങ്ങൾക്കും ബർക്കത്തുണ്ട്. നമ്മൾ എത്ര സ്വലാത്തിലാണോ അതിനൊക്കെ നമ്മൾ എന്ത് സ്വലാത്തിൽ എന്ത് ആഗ്രഹിച്ചാലും എന്ത് ചോദിച്ചാലും അതിന് റബ്ബ് ഉത്തരം നൽകും, അത് കിട്ടും. കാരണം അത്രത്തോളം പവറുണ്ട്. മഹബത്ത് കൊണ്ട് പടച്ചവൻ പൊരുത്തപ്പെട്ടവരിൽ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ, ആമീൻ. കാരണം ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ആ സ്വലാത്തുകൾ എങ്ങനെ ചൊല്ലിയാലും സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ നിയ്യത്തുകൾ, നമ്മൾ ഏത് കാര്യം നിയ്യത്താക്കിയിട്ടാണ് ചെല്ലണത് അത് അള്ളാഹു തആല സാധിപ്പിച്ചു തരട്ടെ. ആ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു 7-8 മണിക്കൂർ നമ്മൾ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവം നിറഞ്ഞ മുഹൂർത്തങ്ങളായിരിക്കും. പോയ ഒരുപാട് ആളുകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും അല്ലേ? കൽബ് പതറുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് ദുനിയാവിലെ സ്വർഗം. കണ്ണ് നിറയുകയാണ്, ഹൃദയം കുലുങ്ങണം, മനസ്സ് വിറയ്ക്കണം, ശരീരം പിടിച്ചാൽ കിട്ടാതാവണം, അവിടെ പോയി തൂണ് പിടിച്ച് കരയണം. കാരണം 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇടതവില്ലാതെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് കണ്ണുനീര് കൊണ്ട് നനഞ്ഞ് കുതിർന്ന മണ്ണുണ്ടെങ്കിൽ അത് മദീനയാണ്. ആ മദീനയിൽ എത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹൃദയവും എല്ലാം ശരീരം മൊത്തം വിറങ്ങലിച്ച് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയാവും. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു രംഗം. പോകേണ്ടതുപോലെ പോകാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഞങ്ങളുടെ മരണം റബ്ബേ നീ മദീനയിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ചിന്ത മദീനയാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലി ആ മദീനയുടെ മണ്ണിൽ ജന്നത്തിൽ ബഖീയിൽ ഞങ്ങൾക്കും ഒരു ഇടം നൽകണേ അല്ലാഹ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട. മഹബത്ത് കൽബിലേക്ക് കയറാൻ ചിലപ്പോൾ ഒരു സെക്കൻഡ് മതി, ചിലപ്പോൾ ഒരു വഅള് മതി, ചിലപ്പോൾ ഒരു സദസ്സ് മതി, ചിലപ്പോൾ ഒരു ദുആ മതി, ചിലപ്പോൾ ഒരു രാവ് മതി. മഹബത്ത് അങ്ങ് ഇടിച്ച് കൽബിലേക്ക് കയറാൻ ഒരുപാടൊന്നും മഴച്ചാൽ ഇത്രയും ചെറിയ സെക്കൻഡുകൾ മതി. അപ്പോൾ അതുകൊണ്ട് മദീന സകല പ്രശ്നങ്ങളും തീർക്കുന്ന വിശുദ്ധമായ ഇടമാണ് മദീന. ആ മദീനയുടെ മനസ്സ് പതിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തആല നമ്മൾ ആത്മാർത്ഥമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചെല്ലുമ്പോൾ ആ തങ്ങൾ നമ്മളെ തിരിച്ചറിയില്ലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് എല്ലാ ചരിത്രങ്ങളും പഠിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പോകാത്തവർക്ക് ഇനിയും പോകാനും പോയവർക്ക് ഇനിയും പോകാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യും. ആകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.